സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയാവോ? കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മാങ്ങ കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന്. അതെ, മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഇതേ രീതിയിൽ മാങ്ങ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ, ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ എടുത്തിട്ട് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനത്തെ ചെറിയ പീസുകളാണ് മാങ്ങ അച്ചാറിൽ ഇഷ്ടം. വലിയ കഷ്ണമാണെങ്കിൽ ചോദിക്കും എന്തിനാ ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞു വെക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏത് രീതിയിലാണ് അരിയുന്നത് ഇഷ്ടമെന്ന് വെച്ചാൽ അതേ രീതിയിൽ അരിയുക കേട്ടോ. അരിയുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം എന്താ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ എൻ്റെ അടുത്ത് ഇഷാനി നിൽപ്പുണ്ട്. ഇഷാനി വന്ന് മാങ്ങ പറക്കി തിന്നുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ ആളുണ്ടാവും കേട്ടോ. ഇതുപോലെ ഉമ്മി ഞാൻ അരിഞ്ഞു തരട്ടെ, ഞാൻ ജോലി ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മയെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കൂടെ തന്നെ ആളെപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്താ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആ പാത്രത്തിൽ ഒട്ടും തന്നെ നനവുണ്ടാവരുത്. നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് ഈ മാങ്ങയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച മാങ്ങയിലോട്ട് പാകത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുക്കുമ്പോൾ നല്ല മാങ്ങയിൽ എല്ലാ എരിവും ഉപ്പും ഒക്കെ എത്തണ പോലെ തന്നെ ചേർത്ത് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമ്മളൊന്ന് മൂടി വെച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്ത് എടുത്ത് നമുക്ക് കടുക് താളിച്ചെടുക്കാം. ഇനി ഒരു പാന അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലെണ്ണയിലൊക്കെ അല്ലേ അച്ചാറിടുന്നത്. എനിക്ക് നല്ലെണ്ണയുടെ ഒരു ടേസ്റ്റ് പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നെ പോലെ നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ചൂടായി വരുമ്പോൾ കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ മാങ്ങയിലോട്ട് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിടിലൻ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഭരണിയിലോട്ട് കോരി വെക്കാനായിട്ട് പോകണം. അപ്പം ഭരണിയൊക്കെ ഞാൻ നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഭരണിയാണ്. വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഒട്ടും തന്നെ ഭരണിയിൽ ഉണ്ടാവരുത്. അപ്പോൾ നമ്മുടെ അച്ചാർ കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ അച്ചാറൊക്കെ നമ്മൾ ഒരുപാട് ഇട്ട് വെക്കുകയാണെങ്കിൽ ചെറിയൊരു പോർഷൻ അച്ചാർ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കണം. വലിയ ക്വാണ്ടിറ്റി ഇരിക്കുന്നതിൽ നിന്ന് എന്നും നമ്മൾ സ്പൂണിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അച്ചാർ പൂത്തു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നനഞ്ഞ സ്പൂണൊന്നും ഇട്ടിട്ട് അച്ചാർ കോരി എടുക്കരുത്. അപ്പോൾ നമ്മുടെ അച്ചാർ കേടായി പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈ, സീ യു.